ടി ജി അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനത്തിന് കേന്ദ്ര സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ഉടനെ പിൻവലിക്കണമെന്ന് CPM ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്ത്യശാസനമാണ്. ഇവർ ഈ കട്ടന്തറ ബ്രാഞ്ച് കമ്മിറ്റി കൂടിയിട്ട് ബീഡൻ രാജിവെക്കണമെന്ന് പറഞ്ഞ് പ്രമേയം പാസ്സാക്കുന്ന ആൾക്കാരാണ്. ആരും മൈൻഡ് ചെയ്യുന്നത് നിങ്ങളെയൊക്കെ? ഇവരാരാണെന്ന് ഇവരുടെ വിചാരം? വെറുതെ പറഞ്ഞത് ശരിയാണ്. അവർക്ക് കേരളത്തിൽ ഈ ബാങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഈ കേന്ദ്ര സ്ഥാപനങ്ങളിൽ പോലും ഭൂരിപക്ഷം ഇടതുപക്ഷ പ്രവർത്തകർ യൂണിയനുകളുണ്ട്. യൂണിയനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ല, യൂണിയൻ ആവശ്യപ്പെട്ടോട്ടെ. അവരാവശ്യം ഇവിടെ ലോക്കലി ആവശ്യപ്പെടണം, തുറക്ക്, ഞങ്ങൾക്ക് ജനസേവനം ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. എനിക്കതൊന്ന് കാണണം, അതിൻ്റെ ഫോട്ടോ. അതൊരു ഐഡിയ ആണല്ലേ. ഇപ്പോൾ FSCTO അങ്ങനെ മറ്റോ, എനിക്കറിയില്ല, അങ്ങനെ മറ്റോ ആണ് അതിൻ്റെ പേര്. അവരും CPMൻ്റെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ ഇത് ജനാധിപത്യ വിരുദ്ധമാണ്, ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള ശ്രമമാണ്, അവധി പിൻവലിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജോലി ചെയ്യാനുള്ള ഒരു ത്വര ഇങ്ങനെ വന്നിട്ട് പിന്നെ മുട്ടി നിൽക്കുമായിരിക്കും. മുട്ടി നിൽക്കുക, പ്രത്യേകിച്ച് BSNLകാർ. അതെ അതെ അതെ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ 22-ാം തീയതി അങ്ങനെ ഒരു കാഴ്ച കാണാതിരിക്കും. ഇവർക്ക് ഇവരുടെ ഒരു കാര്യം അറിയണം. നമ്മുടെ നോട്ട് നിരോധനം വന്നു. അപ്പം അത് കൂടെ ബഹളമാണല്ലോ, നോട്ടില്ല അതിനകത്ത്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ 3 ദിവസം ഇവരുടെ സംസ്ഥാന സമ്മേളനം, ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ, അവരുടെ പേര് CPM അഫിലിയേറ്റഡ് ബെഫിയാണ്. അതിൻ്റെ സംസ്ഥാന സമ്മേളനം മൂന്നാറിൽ വെച്ച് ഇവർ നടത്തി 3 ദിവസം. എന്നിട്ട് സകല ബാങ്കിൽ നിന്നും ഇവന്മാരിറങ്ങിപ്പോയി. ഒന്നോ നോട്ടില്ല, അതുകൂടാതെ ഉദ്യോഗസ്ഥരുമില്ല. വല്ലാതെ വിഷമിച്ചു. ഞാനന്ന് കാശെടുക്കാൻ ഒരു നിവൃത്തിയില്ലാതായിട്ട് കാനറ ബാങ്കിൽ, എൻ്റെ പരിസരത്ത് 3-4 ബാങ്കുണ്ട്. അപ്പോൾ കാനറ ബാങ്കിൽ പോയി. കാനറ ബാങ്കിൽ പോയപ്പോൾ അവിടെ പൈസ ഉണ്ട്, എടുത്തു. അന്ന് 4000 രൂപ എടുക്കാമല്ലോ ഒരു വ്യക്തി. അതെ അതെ. ഞാനും എടുത്തു 4000 രൂപ. എന്നിട്ട് ഞാൻ ഈ മാനേജരോട് പറഞ്ഞു, വലിയ ഉപകാരം, ഞാൻ 3 സ്ഥലത്ത് പോയിട്ട് എനിക്ക് കാശ് കിട്ടിയില്ല, അവിടെ ഭയങ്കര ക്യൂവും ബഹളവും ആളുമില്ല, ഇങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനെ എടുത്ത് വായിക്ക് ചോദിച്ചു, 3ഉം സ്റ്റേറ്റ് ബാങ്ക് ആയിരുന്നില്ലേ? ഞാൻ പറഞ്ഞു അതെ. അതുകൊണ്ടാണ്. ഞാൻ ചോദിച്ചാൽ എന്താ? ഇല്ല. അയാളൊന്നും പറഞ്ഞില്ല. പക്ഷേ പുറത്തിറങ്ങി ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ഏറ്റവും അധികം യൂണിയൻ സ്ട്രോങ് ആയിട്ടുള്ളത്. ഏറ്റവും കുറവുള്ളത് ഫെഡറൽ ബാങ്ക്, അത് കഴിഞ്ഞാൽ കാനറ ബാങ്ക്, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഫെഡറൽ ബാങ്കും കാനറ ബാങ്കും ഒക്കെ നോർമൽ ആയിട്ട് പ്രവർത്തിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി കുറച്ചുകൂടെ എക്സ്ട്രാ ആയിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ സാമദ്രോഹികൾ സംസ്ഥാന സമ്മേളനത്തിൽ മൂന്നാറിലെ റിസോർട്ടിൽ പോയ ടീമാണ്. ഇവരാണ് ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ അതിന് 2 മണി വരെ അവധി കൊടുത്തിട്ടുള്ളൂ. 10 മുതൽ 2 വരെ, 4 മണിക്കൂർ, 2:30. ഏതായാലും ഒരു ഹാഫ് ഡേ ഇത്രയല്ലേ ഉള്ളൂ. ഇതിനാണ് ഇവർ രാജ്യസ്നേഹം കൊണ്ട് അങ്ങ് തിളച്ചു മറിയുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യാമോ? ഇതൊരു മതത്തിൻ്റെ കാര്യത്തിന് കേന്ദ്ര സർക്കാർ പൊതു അവധിയൊക്കെ കൊടുക്കുക വലിയ മോശമല്ലേ? ചെയ്യാമല്ലോ. അതാണ് ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് വെച്ച് സർക്കാരിന് ചില അധികാരങ്ങളുണ്ട് പ്രാദേശിക അവധി കൊടുക്കാൻ. ഇപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പഴങ്ങും. ഏതായാലും പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. ഇപ്പോൾ തിരുവിതാംകൂറിലെ ഒരു രാമവർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കേൾക്കാൻ പോകുന്നു. ഗ്രേറ്റ് അലക്സാണ്ടർ ചക്രവർത്തി എന്ന് പറയാം. പറയണം, അതങ്ങനെ പറയാവുള്ളൂ. ബ്രിട്ടീഷ് രാജ്ഞിക്ക് അക്ബർ ദ ഗ്രേറ്റ്, അലക്സാണ്ടർ ദ ഗ്രേറ്റ്. പക്ഷേ ഇവിടെ ഉള്ള ആള് ഒരു ഗ്രേറ്റ്നെസ് നമ്മളെ ഓടിച്ചിട്ട് തല്ലും. ഈ തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മ മഹാരാജാവ്, പഴയ മാർത്താണ്ഡവർമ്മയല്ല, ഇപ്പോൾ പുതിയ കാലം ചെയ്യുന്നത് ബിഷപ്പാണ്. മഹാരാജാവ് സാധാരണ മരിച്ചു പോവുകയാണ്. അങ്ങനെ നാട് നീങ്ങി പണ്ട് പറയുന്നത് അതൊക്കെ ഇപ്പം തല്ലിയും പിടിച്ചു ഒതുക്കി. കാലം ചെയ്തു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇല്ല, കാലം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ബിഷപ്പിന് റിസർവ് ചെയ്ത വാക്കാണ്. ബിഷപ്പുമാർക്ക് തിരുമേനിക്കൊക്കെ റിസർവ് ചെയ്ത വാക്കാണ്. അതെടുത്തിട്ട് രാജാവിന് ഉപയോഗിക്കാൻ പാടില്ല. എന്ത് വാങ്ങിക്കോട്ടെ, പ്രശ്നം അതല്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഇദ്ദേഹം മരിക്കുന്നത്. ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരത്തോടനുബന്ധിച്ച് ഹാഫ് ഡേ അവധി കൊടുത്തു തിരുവനന്തപുരത്തിന്. അന്ന് ഉമ്മൻചാണ്ടിയുടെ ആൾക്കാർ തന്നെ ബഹളം വെച്ചു. അതിലൊരു മിടുക്കനായിരുന്നു നമ്മുടെ VT ബൽറാം. VT ബൽറാമിന് ഈ അങ്ങേർക്ക് ഇങ്ങനെ രാജാവിനോട് മാത്രമല്ല ഹിന്ദു എന്ന് കേട്ട് കഴിഞ്ഞാൽ കലി കയറും. ഞാൻ ഹിന്ദു അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഹിന്ദു അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
ദേവസ്വം ബോർഡ് തെരഞ്ഞെടുപ്പിൽ ഞാൻ പങ്കെടുക്കില്ല, ഞാൻ ഹിന്ദു അല്ല. ഉമ്മൻചാണ്ടി വിപ്പ് ഇഷ്യൂ ചെയ്തിട്ട് പറഞ്ഞു മര്യാദയ്ക്ക് വോട്ടുകളാണ്, വോട്ട് ചെയ്തില്ലെങ്കിൽ MLA സ്ഥാനം പോകും, വിപ്പ് ലംഘിച്ചാൽ. വാലും ചുരുട്ടി മുമ്പ് വോട്ട് ചെയ്തു ബൽറാം. ഇവൻ്റെയൊക്കെ പേര് തന്നെ ബൽറാം എന്നാണ്. അവൻ്റെ പേരിൽ റാമുണ്ട്, കാരണം അവൻ്റെ അച്ഛന് തലയ്ക്ക് വെളിവുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിന് പേരിടുമ്പോൾ ബാലരാമൻ, അതാണ് ഈ ബൽറാം സ്റ്റൈലിഷ് ആക്കിയതാണ്. അത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലും കൂടെയാണ് ബൽറാം. നമ്മുടെ പഴയ സ്പീക്കറുണ്ടല്ലോ കോൺഗ്രസ്സുകാരൻ ബൽറാം ജാക്കർ, അപ്പോൾ അങ്ങനെ നടക്കുന്ന ബൽറാമാണ്. ഈ ബൽറാം എന്നുള്ള പേര് തന്നെ സൂചിപ്പിക്കുന്നത് ഇദ്ദേഹം ഉത്തരേന്ത്യക്കാരനാണെന്നും രാമഭക്തിയുള്ളവനാണെന്നും ഒക്കെയാണ്. ഇവിടെ പ്രവൃത്തി നേരെ തിരിച്ചാണ്. ഇയാൾക്ക് എങ്ങനെയും ഹിന്ദു സമാജത്തെ നശിപ്പിക്കുക എന്നുള്ളൊരു വാശിയുണ്ടല്ലോ. കോൺഗ്രസ്സിൽ അങ്ങനെ ചെറുക്കുണ്ട്. അതിലൊന്ന് VT ബൽറാമാണ്. ഏകദേശം തുല്യമായ വാശി VD സതീശനുണ്ട്. ഇത്ര ഹിന്ദു വിരോധം കാണാൻ വലിയ പ്രയാസമാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് സംസാരിച്ചു നോക്കും, ആ മനുഷ്യന് ഹിന്ദുക്കളോട് വിരോധമൊന്നുമില്ല. എന്നിട്ട് ഇവർ പിടിക്കപ്പെട്ട ഇവർ പറയും ഞാൻ സംഘപരിവാറിനെയാണ് വിമർശിച്ചത്. സംഘപരിവാർ എന്നുള്ള പേര് ഈ നമ്മുടെ മാരായസ് കോളേജിലെ കൊല്ലപ്പെട്ട അഭിമന്യു ഉണ്ടല്ലോ, അഭിമന്യു എഴുതിയ സംഭവം ഇതാണ്. എടാ ഇവർ സംഘപരിവാർ എന്ന് പറഞ്ഞ് ഇവർ മൊത്തം ഹിന്ദുക്കളെ നശിപ്പിക്കാനുള്ള പുറപ്പാടാണ് എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിനാണ് ആ ചെറുക്കനെ പള്ളയ്ക്ക് കത്തികയറ്റി കൊന്നത്. പോസ്റ്റ് ഇട്ട് അധികം കഴിയുന്നതിന് മുമ്പാണ് സംഭവം ഉണ്ടായത്. കേട്ടോ, TN പ്രതാപൻ്റെ പ്രസംഗം കേട്ടോ. TN പ്രതാപൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചു തൃശ്ശൂർ ഒരു മുസ്ലിം യോഗത്തിലാണ്. അതായത് ഞാൻ താടി പഠിക്കാത്തത് ചെറുപ്പത്തിൽ 2 തവണയെ പഠിച്ചിട്ടുള്ളൂ, പിന്നെ താടി പഠിക്കാത്തത് മുസ്ലിം സമുദായത്തോടുള്ള എൻ്റെ അനുഭാവം കൊണ്ടാണ്. രണ്ടാമത് എൻ്റെ മകന് ഞാൻ ഇട്ട പേര് ആഷിഖ് എന്നാണ്, അതും ഈ സമുദായത്തോടുള്ള എൻ്റെ കൂറിൻ്റെ ഭാഗമായാണ് എന്നാണ് പ്രതാപൻ പ്രസംഗിച്ചത്. അല്ല, പ്രതാപൻ വേണമെങ്കിൽ ഈ മീശ പഠിക്കുകയും കൂടെ വേണം. ശരിക്കും ലോയൽറ്റി കാണിക്കണമെങ്കിൽ മീശ വടിച്ചിട്ട് താടി വെക്കണം. പൊന്നാനി കൂടെ ഒന്ന് പോവാം, പിന്നെ അത് കാണൂലല്ലോ എല്ലാവരും. ഈ മീശയും താടിയും വയ്ക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ല. കാരണം ഈ ടീം മമ്മൂട്ടിയെ ചെന്ന് കണ്ടിരുന്നു ഒരിക്കൽ. മമ്മൂട്ടി മീശ വയ്ക്കുന്നു, താടി വയ്ക്കുന്നില്ല. അപ്പോൾ അത് ഇസ്ലാമിന് വിരുദ്ധമാണ്. അതുകൊണ്ട് മമ്മൂട്ടിയെ മഹല്ല് കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കും. അതായത് ഈ ചെമ്പ് ഉദയനാപുരം ആ ഭാഗത്തുള്ള മഹല്ല് കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കും. മമ്മൂട്ടി മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ എണീക്കട ചന്തയിലെ പൊടിയും തട്ടിട്ട് ഇറങ്ങിപ്പോടാ, എനിക്ക് സിനിമയിൽ ആവശ്യമുള്ള വേഷമൊക്കെ ഞാൻ കിട്ടും. എൻ്റെ സാധാരണ വേഷം താടിയില്ലാതെ മീശ വെച്ച് നടക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഞാൻ താടി വയ്ക്കും, കാരണം ഈ താടി നമ്മൾ പഠിച്ച് 10-15 ദിവസം കഴിയുമ്പോൾ വീണ്ടും കിട്ടുമല്ലോ. ഇത് വലിയൊരു കാര്യമൊന്നുമല്ല, താടി എടുക്കുന്നതും വയ്ക്കുന്നതും വലിയ വിഷയമല്ല. അപ്പോൾ മമ്മൂട്ടി പറഞ്ഞു എനിക്കിങ്ങനെയൊക്കെ പറ്റുള്ളൂ, എണീറ്റ് പോക്കോ എന്ന് പറഞ്ഞു വിട്ടു. പക്ഷേ TN പ്രതാപൻ ഇങ്ങനെ പറയാനുള്ള നാട്ടിലില്ല. പ്രതാപനോട് നാളെ ഈ ടീം പറയുകയാണ് പ്രതാപൻ മീശ എടുക്കണം, താടി മാത്രം മതി എന്ന് പറഞ്ഞാൽ ചെയ്യും. അതേ പരമകാരുണികനായ അല്ലാഹു എന്നൊക്കെ പറഞ്ഞൊരു പ്രസംഗമൊക്കെ നടത്തുന്നു. ഇത് ഇനി പ്രതാപൻ കൺവേർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ് കേട്ടോ. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഭക്തി കാണുമ്പോഴുണ്ടല്ലോ, ഈ നിയോ കൺവേർട്ടിന് വല്ലാത്ത ഭക്തിയാണ്. പുത്തനച്ചി പിറപ്പുറം തൂക്കും എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഭക്തിയാണ്. അപ്പോൾ ഇപ്പോൾ ഈ രാമജന്മഭൂമിക്ക് 2-2.5 വരെ അവധി കൊടുത്തു എന്നുള്ളൊരു പോയിൻ്റ്, ആ അവധി കൊടുത്തു എന്നുള്ള ദേഷ്യത്തേക്കാൾ കൂടുതൽ മുസ്ലിങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള തത്രപ്പാടാണ്. പിന്നെ ഇതൊന്നും കേട്ട് മുസ്ലിങ്ങൾ തൃപ്തിയാകുകയില്ല. എനിക്ക് മനസ്സിലാവണില്ല, മുസ്ലിം സമുദായത്തെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഇത്ര വികാര ജീവികൾ ഹിന്ദുക്കളെ ഉപദ്രവിച്ചാൽ നമുക്ക് സന്തോഷമാകും എന്ന് പറയുന്ന മുസ്ലിമിനെ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അവർക്ക് അവരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാകും. അത് ആർക്കാണെങ്കിലും അങ്ങനെയാണല്ലോ. എൻ്റെ കാര്യം ആരെങ്കിലും എനിക്ക് ഫ്രീ ആയിട്ട് മാസം 2 ലക്ഷം രൂപ വെച്ച് ഒരാൾ തരുമെന്ന് പറഞ്ഞാൽ കൊള്ളാം ഞാൻ പറയും. അയാൾ കൊള്ളാം, ഇച്ചിരി കൊള്ളാത്തവനാണെങ്കിൽ പോലും അതൊന്നും സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊള്ളു. ഇതല്ലാതെ സുനിലിനെ ഉപദ്രവിച്ച് കഴിയുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാകുന്നൊരു മനോഭാവം എന്താ? അങ്ങനൊരു മനോഭാവം ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടാകുന്ന ഒരു പരമദുഷ്ടൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ഇത് മുസ്ലിങ്ങൾക്കില്ല. പക്ഷേ എന്നാലും ഹിന്ദുക്കൾക്ക് ഒരു സഹായം ചെയ്തു, അത് തടഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് സന്തോഷമാകും. ഇതാണ് ഇവരുടെ ധാരണ. ഇത് ചെയ്ത് മുസ്ലിങ്ങൾ പോലും ഇവരെ വെറുക്കും. പക്ഷേ നമ്മുടെ കർണാടകയിലെ സർക്കാർ കർണാടകയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പൂജ നടത്തുകയാണ്. ഇവരുടെ ഇന്ത്യ മുന്നണിയിലുള്ളതാണ്. അരവിന്ദ് കെജ്രിവാളും 2 ദിവസത്തെ പരിപാടിയാണ്. പക്ഷേ കർണാടകയിൽ 35% മുസ്ലിങ്ങളില്ലല്ലോ. ഇവിടെ ഏകദേശം 35-36 എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സെൻസസ് 2011 നടന്നതിന് ശേഷം സെൻസസ് നടന്നിട്ടില്ല.
അപ്പോൾ അന്ന് 27% മറ്റോ ഉണ്ടായിരുന്നു, ഒരു 8% ഇപ്പോൾ കൂടി 27 to 35. നിർണായക ശക്തിയാണ് മുസ്ലിങ്ങൾ കേരളത്തിൽ. അപ്പോൾ ഈ ഇതുകൊണ്ടാണ് ഇസ്ലാമിനെതിരെ ഒരു അക്ഷരം ഉണ്ടാകുന്നത്. അല്ല, ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കേരളത്തിലെ മുസ്ലിങ്ങളെ കരുതി മാത്രം പുറപ്പെടുവിക്കുന്നതാണ്. അതെ. കേരളത്തിന് പുറത്ത് ഇവരിത് പറയില്ല. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ആരെങ്കിലും ഈ അവധി കൊടുത്തത് ശരിയായില്ല എന്ന് പറയുമോ? വീട്ടിൽ പോടാന്ന് പറയും. അവർ പറയില്ല. അവരിപ്പോഴും അപ്പോളജറ്റിക് ആയിട്ടാണ്. ഞങ്ങൾ ആ 22-ാം തീയതി അത് BJP RSS പരിപാടി ആയതുകൊണ്ടാണ് 22-ാം തീയതി രാത്രി 12 മണി കഴിഞ്ഞാൽ അപ്പം ഞാൻ അമ്പലത്തിൽ കയറും. ഇപ്പോഴേ UP പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അങ്ങേര് BJPയിലേക്ക് ചേരുമെന്ന് വരെ അഭ്യൂഹങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു തീരുമാനം എടുത്തതിന്. അല്ല, അതിനു മുമ്പ് ചില ആളുകൾക്ക് പോകുന്നുണ്ട്, ഇപ്പോൾ തന്നെ പോയി. അതിന് മുമ്പ് പോയി അവിടെ സരയുവിൽ കുളിച്ചു ഒക്കെ ചെയ്തു. കാരണം ഈ കോൺഗ്രസിൻ്റെ ഇത് അച്ചടക്ക നടപടിക്ക് വിധേയനാവാൻ ആരും തയ്യാറല്ല. അതേസമയം കോൺഗ്രസ് ചെയ്തത് ശരിയായില്ല എന്നും വീഡിയോ തന്നെ അവരിറക്കി. ആത്മഹത്യാപരമായ തീരുമാനമാണ് ഞങ്ങളുടെ പാർട്ടി എടുത്തിരിക്കുന്നത്, ഞങ്ങൾക്ക് ഇതിലൊട്ടും സമ്മതമില്ല എന്ന്. ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് ദിഗ്വിജയ് സിംഗ് പറഞ്ഞ് വിളിച്ചില്ലെങ്കിലും ഞാൻ പോകും. ഇതിനിടയ്ക്ക് നടക്കുന്ന പൊളിറ്റിക്സ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ റിബലായിട്ട് നിൽക്കുന്ന ആളുകളെ BJP അങ്ങോട്ട് ആകർഷിക്കുന്നു എന്നുള്ളതാണ്. അതെ. ഏതായാലും ചേട്ടാ അലമ്പായി. ഇപ്പം മനസ്സിലായില്ല, ഒരു ഹിന്ദു വിരുദ്ധ പാർട്ടിയാണ് ചേട്ടൻ്റെ പാർട്ടിയെന്ന്. ചേട്ടൻ ഇങ്ങോട്ട് പോരും, നമുക്കിവിടെ സന്തോഷമായിട്ട് കഴിയാം. ഇതാണ് BJPയുടെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയുന്നത്. രാഷ്ട്രീയത്തിൽ അത് സംഭവിക്കും, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ കൂടുതൽ ആൾക്കാരും കൂടുതൽ നേതാക്കളും BJPയിലേക്ക് ചേക്കേറാൻ തുടങ്ങും. പക്ഷേ രസകരമായൊരു സംഭവം ഉണ്ടായി. നമ്മൾ കണ്ടല്ലോ നമ്മുടെ ചിത്രക്കെതിരെയുള്ള, ശോഭനയ്ക്കെതിരെയുള്ള സംഘടിത ആക്രമണം. പക്ഷേ ഇന്നലെ നമ്മുടെ ഉണ്ണി മുകുന്ദൻ ഒരു പോസ്റ്റ് ഇട്ടു, എല്ലാവരും 2ാം ദീപാവലി പോലെ ആഘോഷിക്കണമെന്ന്. ഈ പറഞ്ഞ പോലെ ഒരു സൈബർ വെട്ടുകിളികളുടെ ആക്രമണം ഇല്ല. അത് മുതലാവുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായി. ദാറ്റ് ഈസ് നമ്പർ 1. നമ്പർ 2, ഉണ്ണി മുകുന്ദനെ അവർ ഓൾറെഡി ബ്രാൻഡ് ചെയ്ത് പടിക്ക് പുറത്താക്കിയതാണ്. ഇനിയിപ്പോൾ അയാൾ എന്ത് ചെയ്താലും അവർക്ക് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇക്ക ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ശരി, നിങ്ങളോട് പഴയ സ്നേഹമില്ല എന്നൊരു പോസ്റ്റ് കണ്ടു. കാരണം മമ്മൂട്ടി മോദി വന്നപ്പോൾ കൈകെട്ടി നിന്നു, പിന്നീട് എന്ന് പറഞ്ഞ് പോസ്റ്ററൊക്കെ ഇട്ട് അവർ ആഘോഷിച്ചു. പക്ഷെ അല്പം കഴിഞ്ഞപ്പോൾ തൊഴുകയോടെ സ്വീകരിക്കുകയും അക്ഷതം വാങ്ങുകയും ചെയ്തു. ഈ അക്ഷതം വലിയൊരു പ്രശ്നമായിട്ട് മാറി. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു പരിപാടി കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ആരെവിടെ കൊണ്ടുപോയി കൊടുക്കാൻ ചെയ്യാനും. എല്ലാ വീടുകളിലും ഒരു അക്ഷരം എത്തിച്ചു, എല്ലാ വീടുകളിലും. അങ്ങനെ എത്തിച്ച വീടുകളിൽ പെട്ടതാണ് ചിത്രയുടെയൊക്കെ വീട്. അതെ. ഈ അക്ഷതം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ചിത്ര ഈ വീഡിയോ ചെയ്യുന്നത്. മമ്മൂട്ടിയുടെ വീട്ടിൽ ഞാൻ കേട്ടത്, മമ്മൂട്ടി വാങ്ങിച്ചു, മമ്മൂട്ടി പറഞ്ഞു ഫോട്ടോ എടുക്കരുത്, ഞാനും കേട്ടു. അങ്ങനെ എന്നുവെച്ചാൽ മമ്മൂട്ടി അതേ ചൊല്ലി ബഹളം സംഗതി, എനിക്കതൊന്നും വയ്യ, എന്തിനാണ് വെറുതെ കച്ചറയ്ക്ക് പോകുന്നത്, നിങ്ങൾ ഫോട്ടോ എടുക്കണം, നിങ്ങൾക്ക് നിർബന്ധമില്ല. ഇല്ല സാധനം. ഈ അക്ഷതം കൊടുത്ത ടീം ആരും തന്നെ ഒരു ഫോട്ടോയും അനുവാദമില്ലാതെ എടുത്തിട്ടുമില്ല, പുറത്ത് കൊടുത്തിട്ടുമില്ല. ചോദിച്ചിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ചോദിച്ച് പെർമിറ്റ് ചെയ്തുകൊണ്ട് മാത്രം ചെയ്തു, അല്ലാത്തവർ ചെയ്തു. എത്രയോ വീടുകളിൽ അവർ വന്നു പോയി, ആരും അറിഞ്ഞില്ല. വലിയ വലിയ ആൾക്കാരുടെ വീടുകൾ, ക്രിസ്ത്യാനികളുടെ വീടുകളിലൊക്കെ പോയി. CPMകാരുടെ വീട്ടിൽ പോയി. CPMകാർ ഒരേ ഒരു ലോക്കൽ RSS BJPക്കാരെ അറിയിച്ചു, അതേ ഞാൻ നാളെ ഉച്ച കഴിഞ്ഞ് വീട്ടിലുണ്ടാവില്ല, ഭാര്യയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനില്ലാത്ത നേരത്ത് നിങ്ങൾ കയറി കൊടുത്തു, അവൾ മേടിച്ചോളും. ആരും അറിയില്ല, ആർക്കും ശല്യമില്ല. ഇവരും പറഞ്ഞു പ്രശ്നമില്ല, കാരണം ഈ അക്ഷതം മേടിച്ചു എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനെ CPM പുറത്താക്കുക, പിന്നെ 10 വെട്ടി അടിക്കുക, ഇങ്ങനത്തെ ഉപദ്രവമൊക്കെ ഉണ്ടാവില്ല. അയാൾക്ക് ഇപ്പോൾ ജീവിക്കണ്ടേ. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് ആളുകളെ ഉപദ്രവിക്കാതെയാണ് ഇത് ചെയ്തത്. ഇത് ചെയ്തതിൻ്റെ പേരിലാണ് ഇത്ര വലിയ. ഇന്നിപ്പോൾ കേരളത്തിൽ ഒരു രാമൻ്റെ കാറ്റ് വീശി അടിക്കുന്നുണ്ട്, അതുറപ്പാണ്. അത് തെരഞ്ഞെടുപ്പിൽ വോട്ടായിട്ട് മാറുമെന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. ബട്ട് ഒരു രാമൻ്റെ കാറ്റ് കേരളം മൊത്തം വീശുന്നു ആസ് ഓഫ് നൗ. അത് 22-ാം തീയതി ഉച്ചതിരിഞ്ഞ് വരെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് എത്ര നേരം അത് നിലനിർത്താൻ പറ്റും എന്നൊക്കെ ഉള്ളത് BJPയുടെ സാമർഥ്യമാണ്. RSSൻ്റെ പോലുമല്ല, BJPയുടെ. 22-ാം തീയതിക്ക് ശേഷവും മാത്രമല്ല, അതിനു മുമ്പും കേരളത്തിലെ മലയാളികളുടെ മനസ്സിലുണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. ഈ ഒരു റൈറ്റ് കോഡ് സ്ട്രൈക്ക് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു സാമർഥ്യമാണ്. അത് സാധിച്ചിട്ടില്ല, അതുകൊണ്ട് രാമൻ വലിയൊരു ഫിഗറായിട്ട് കാണുന്നില്ല. പക്ഷേ
രാമക്ഷേത്രങ്ങൾ കുറവാണെങ്കിലും രാമൻ്റെ പേരിലുള്ള സ്ഥലങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. തമിഴ്നാട്ടിലും കുറവൊന്നുമല്ല കേട്ടോ. ഞാനതാ പറഞ്ഞത്, ഒരു കമ്മതി കണക്ക് പുറത്തു വന്നത് 6 ലക്ഷം ഗ്രാമങ്ങളുണ്ട് ഭാരതത്തിൽ. അതിൽ 1.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് രാമൻ്റെ പേരുണ്ട്. രാംഗഡ്, രാംഹട്ട്, രാംപൂർ, ഇങ്ങനെ പോയി മലയാളിയുടെ പ്രാർത്ഥന തുടങ്ങുന്നത് തന്നെ രാമ രാമ പാഹിമാം, രാമൻ രക്ഷിക്കട്ടെ എന്നല്ലേ? അല്ല, അതിന് ഒരു ഹിസ്റ്ററി ഉണ്ട്. ഈ മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ ഭീഷ്മർ ശരശയിൽ കിടക്കുന്നു. അപ്പോൾ ഒരു ദിവസം രാത്രി യുധിഷ്ഠിരൻ തീരുമാനിച്ചു ഭീഷ്മരെ പോയി കണ്ടിട്ട് ധർമ്മത്തെപ്പറ്റി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഉത്തരായണം വന്നു കഴിഞ്ഞാൽ കാർന്നൊരു പോവും, പിന്നെ ധർമ്മത്തെപ്പറ്റി പറഞ്ഞു തരാൻ ആരും ഇല്ലാതെയാകും. യുധിഷ്ഠിരൻ ധർമ്മപുത്രൻ എന്നറിയപ്പെടുന്നു. അത് ധർമ്മൻ്റെ മകനായതുകൊണ്ടാണ്, യമധർമ്മൻ്റെ മകനായതുകൊണ്ടാണ് ധർമ്മപുത്രൻ എന്നറിയപ്പെടുന്നത്. അല്ല ധർമ്മം പാലിക്കുന്ന ചെയ്തുകൊണ്ടല്ല. ഭീഷ്മരങ്ങനെയല്ല, ധർമ്മത്തിൻ്റെ അവസാന വാക്കാണ്. രാത്രിയിൽ യുധിഷ്ഠിരൻ പോകുന്നു ഭീഷ്മൻ്റെ അടുത്ത്. അത് ഭീഷ്മനും യുധിഷ്ഠിരനും തമ്മിലുള്ള ചർച്ചയാണ്. യുധിഷ്ഠിരൻ ചോദിക്കുന്നുണ്ട് ഏതാണ് ഏറ്റവും വലിയ ദൈവം, ഏത് ദൈവത്തെ പൂജിക്കണം, ഏത് അർച്ചിക്കണം, ഏത് പുസ്തകം വായിക്കണം. ഇതെല്ലാം ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്ന ചോദ്യങ്ങളില്ലേ? അല്ലെങ്കിൽ ഇസ്ലാം ചോദിക്കുന്നു, ഹിന്ദുക്കൾ പ്രതിരോധത്തിലായി പോകുന്നു. ഇതിപ്പോൾ അറിയാഞ്ഞിട്ടാണ്. ഇതൊക്കെ പാണ്ഡേ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. അതങ്ങനെ പറഞ്ഞിട്ട് ആണ് ഫൈനലി ഭീഷ്മർ പറയുന്നു സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. ഒന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, അത് ചൊല്ലാൻ ബുദ്ധിമുട്ടുള്ളവർ രാമനാമം ചൊല്ലുക. അപ്പോഴത്തേക്ക് ഇതിന് സാക്ഷിയാവാനായിട്ട് ശ്രീകൃഷ്ണൻ, ശിവൻ, പാർവതി, നാരദൻ ഇവരൊക്കെ വന്നു കഴിഞ്ഞു. അവിടെ ഇവിടെയൊക്കെ പാത്തും പതിങ്ങും. കാരണം ഇത് അത്യപൂർവമായ ജ്ഞാനമാണ് ഭീഷ്മർ കൊടുക്കുന്നത്. അത് കേൾക്കാനായിട്ട് ഇവരെല്ലാം വന്നു. ഇടയ്ക്ക് പാർവതി ഇടപെടുന്നു അവസാനമായി കഴിഞ്ഞപ്പോൾ. അങ്ങനെയാണ് രാമനാമത്തിലെത്തുന്നത്. അങ്ങനെ ത്രൂ ഔട്ട് ഭാരതം നാമം എന്ന് പറഞ്ഞാൽ രാമനാമമാണ്. നാമം ചൊല്ലടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നാമം എന്ന് ഒരു കുട്ടിയും ചോദിക്കില്ല, രാമനാമമാണ്. നാമം എന്ന് പറഞ്ഞാൽ രാമൻ്റെ നാമമാണ്. പിന്നെ ഏകദേശം പ്രാദേശികമായ ഭിന്നതകൾ, ഇപ്പം നമശിവായ, ഓം നാരായണായ, ഇതൊക്കെ നാമം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. പക്ഷേ ബേസിക്കലി ഈ നാമം എന്ന് പറയുന്നത് രാമനാമം, അതിൽ തുടങ്ങിയതാണ്. അത്രയധികം എൻട്രൻസ്ഡായ ഒരു ക്യാരക്ടറാണ് രാമൻ. പലർക്കും പല രീതിയിൽ. കൃഷ്ണനും അതുപോലെ തന്നെ പല രീതിയിൽ. ബാലകൃഷ്ണൻ, രാധാകൃഷ്ണൻ, ഗീതാകൃഷ്ണൻ, ഇതൊക്കെ ഓരോ ഭാവങ്ങളാണ്. ഏതായാലും നമ്മൾ 22-ാം തീയതി രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ കഴിയുന്നത് വരെ മാത്രമല്ല, അതിനുശേഷവും ഇതുപോലെയുള്ള വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങൾ, ആരോപണങ്ങൾ, ആക്രമണങ്ങളൊക്കെ തുടരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.